ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ദയയ്ക്ക് സാവിത്രിയുടെ കണ്ണുകൾ തന്നെ ഉടലോടെ ചുട്ടരിക്കുന്നത് പോലെ തോന്നി. അവൾ ഉമിനീര് കുടിച്ചിറക്കി ഇടം കണ്ണാലെ അവരെ ഒന്ന് നോക്കി ഭീതിയോടെ പിന്തിരിഞ്ഞു നിന്നു. നിമിഷ നേരത്തിനുള്ളിൽ സ്വാതിയും അടുക്കളയിലേക്കെത്തി. കണ്ണേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അവൾ സൗമ്യമായി ആരാഞ്ഞു. ഒന്നുമില്ല, വെറുതെ. അയാൾ മിതമായ പുഞ്ചിരിയുടെ സ്വാതിക്ക് മറുപടി നൽകി. തനിക്ക് നേരെ നീണ്ട കൈലാസിൻ്റെ പുഞ്ചിരിയിൽ അവൾ മതിമറന്നു നിന്നു. അയാളുടെ സൗന്ദര്യം ആ പെണ്ണിനെ അത്യധികം ആകർഷിച്ചിരുന്നു. ദയ തിളപ്പിച്ചാറ്റിയ ചായ ഓരോ ഗ്ലാസ്സിലേക്കായി പകർന്ന് ആദ്യം ഗോപുവിന് നൽകി, പിന്നീട് ശരണിനും. കൈലാസിനരികിലെത്തിയപ്പോൾ സ്വാതി അവളിൽ നിന്നും ഗ്ലാസ് വാങ്ങി കൈലാസിന് നേരെ നീട്ടി. അവൻ നറുചിരിയോടെ അത് വാങ്ങി ചുണ്ടോട് ചേർത്തു. എങ്ങനെയുണ്ട് കണ്ണേട്ടാ? നൈസ്. കൈലാസ് ഗ്ലാസ് അല്പം പൊക്കി പുരുകമുയർത്തി പ്രശംസിച്ചു. സ്വാതിയുടെ കണ്ണുകൾ തിളങ്ങി, ചുണ്ടുകൾ ഉത്സാഹത്തോടെ വിടർന്നു. സ്വാതി ചേച്ചി ഇത്രമാത്രം എക്സൈറ്റഡ് ആവുന്നത് എന്തിനാ? ഇത് ദച്ചുണ്ടാക്കിയ ചായയല്ലേ? സ്വാതി ഉത്തരമില്ലാതെ ജാളിതയോടെ കൈലാസിനെ നോക്കി. എന്നാൽ അയാളുടെ കണ്ണുകൾ ദയയിലായിരുന്നു. ദയയാകട്ടെ ഇതൊന്നും കേൾക്കാതെയും കാണാതെയും മറ്റേതോ ലോകത്തും. ദച്ചുവാ, കാലിന് വയ്യാത്തതല്ലേ, ഇവിടെ ഇങ്ങനെ അധികം നിൽക്കണ്ട. കയ്യിലെ ഒഴിഞ്ഞ ഗ്ലാസ് റാക്കിന് മീതെ വെച്ച് കൈലാസ് അധികാരത്തോടെ ഇടത് കൈയാൽ ദയയുടെ വലത്തെ കൈത്തണ്ടയിൽ കൈ ചേർത്തു. അവൾ ഞെട്ടി അയാളിൽ നിന്നും കൈകൾ വേർപെടുത്തി. കൈലാസിൻ്റെ പ്രവൃത്തി രസിക്കാതെ സാവിത്രിയും സ്വാതിയും മുഷിച്ചിലോടെ പരസ്പരം നോക്കി. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാർ പൊയ്ക്കോളൂ. സാറോ? ഗോപികയുടെ ശബ്ദം കടുത്തു. ദയ മറുപടിയൊന്നും പറയാതെ ധാവണിശീലയ്ക്കറ്റം ചൂണ്ടുവിരലാൽ ചുഴറ്റി അങ്ങനെ നിന്നു. അവൾക്കാകെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എല്ലാവരിൽ നിന്നും അകന്ന് തൻ്റേതായ ലോകത്ത് ചുരുങ്ങിക്കൂടാനാണ് അവൾക്കിഷ്ടം. വർഷങ്ങളായുള്ള ശീലവും അതുതന്നെയാണല്ലോ. ചിന്തിച്ച് നിൽക്കാതിങ്ങ് വന്നേ നീ. ഗോപിക ദയയുമായി മുന്നോട്ട് നടന്നു. പിന്നാലെ കൈലാസും ശരണും. സ്വാതി തൻ്റെ അമ്മയെ നോക്കി കണ്ണു നിറച്ചു. തന്നെ വകവയ്ക്കാതെയുള്ള കൈലാസിൻ്റെയും ഗോപികയുടെയും സമീപനം അവളെ വല്ലാതെ നോവിച്ചിരുന്നു. ഒപ്പം തന്നേക്കാളേറെ അവർ ദയയെ പരിഗണിക്കുന്നത് കൂടെ കണ്ടപ്പോൾ ഉള്ളിലുള്ള നോവ് ആ സാധു പെണ്ണിനോടുള്ള അടങ്ങാത്ത വൈരാഗ്യമായി മാറി. ഗോപിക ദയയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ചെന്നൈ നഗരത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചുമെല്ലാം അവൾ വാതോരാതെ കഥകൾ പറഞ്ഞു. ഇടയ്ക്കിടെ സ്വയം തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. താല്പര്യം തോന്നിയില്ലെങ്കിലും ദയ തൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ അവൾക്കൊപ്പം ഇരുന്നു കൊടുത്തു. കൈലാസും ശരണും തങ്ങൾ കൊണ്ടുവന്ന ബാഗിലെ വസ്ത്രങ്ങളും സാധനങ്ങളും മുറിയിൽ അടുക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു. ഇടയ്ക്കവർ ഗോപികയെ നോക്കും. കുറച്ചു നേരമെങ്കിലും മൗനം പാലിച്ചൂടെ എന്നൊരു ധ്വനി ഓരോ നോക്കിലും കലർന്നിട്ടുണ്ടെന്ന് തോന്നി ദയയ്ക്ക്. മതിയാക്കിൻ്റെ ഗോപു, അതിനൊന്ന് വെറുതെ വിടു നീ. ഗതികെട്ടിട്ടാവണം, ശരൺ ദയനീയമായി പറഞ്ഞു. ഗോപിക സംസാരം നിർത്തി ശരണിനെ കടുപ്പിച്ചു നോക്കി. യാദൃശ്ചികമായി ദയയുടെ നോട്ടം ശരണിൽ നിന്നും കൈലാസിലേക്ക് നീണ്ടു. ചുണ്ടിലൊരു പുഞ്ചിരിയുമായി അയാൾ ദയയെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു. അവൾക്കുള്ളാകെ അസുഖകരമായൊരു പരവേശം ഉടലെടുത്തു. ദയ പതിയെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഗോപികയെ നോക്കി. ഞാൻ ചെല്ലട്ടെ, അവിടെ ഒരുപാട് ജോലിയുണ്ട്, ഉച്ചക്കത്തേക്കുള്ളതൊന്നും ആയിട്ടില്ല. തിരിച്ചൊരു മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. പിന്നിൽ നിന്നും ഗോപുവിൻ്റെ വിളി കേൾക്കാം. ചെവി നൽകിയില്ല. പിന്തിരിഞ്ഞു നോക്കിയാൽ അവൾ പിടിച്ചു നിർത്തുമെന്ന് തീർച്ചയാണ്. വാതിൽക്കലെത്തിയപ്പോൾ ദയ ഇടം കണ്ണാലെ കൈലാസിനെ ഒന്ന് നോക്കി. ദയയിലേക്കുള്ള അയാളുടെ നോട്ടം അപ്പോഴും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ മറ്റൊരാളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ ദയക്കറിയില്ലല്ലോ. അതിനുള്ള ധൈര്യമുണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാം എന്നേ തനിക്ക് മുന്നിൽ വാക്കുകളില്ലാതെ വിയർത്തേനെ. കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ വേദനയാൽ കാലുകൾ വിറച്ചു. അവൾ കൈവരിയിൽ കൈകൾ അമർത്തിപ്പിടിച്ച് ഓരോ പടികളായി സാവധാനം ഇറങ്ങി. ഏറ്റവും താഴത്തെ പടിയിലേക്ക് ഇറങ്ങിയതും അരയിൽ ആരുടെയോ കണം കൈമുറുകി. ഒപ്പം ചുണ്ടുകളെ അമർത്തി പൊതിഞ്ഞൊരു കൈത്തലവും. ആളുകളൊക്കെയായി, ഇനി വല്യമ്മാമയ്ക്ക് എപ്പോഴും ഈ ദയക്കുട്ടി അങ്ങനെ കയ്യെ കിട്ടില്ല. കാതോരം രവീന്ദ്രൻ്റെ നേർത്ത വാക്കുകൾ മുഴങ്ങിയ നിമിഷം ദയ ഞെട്ടലോടെ ഒരു വേള നിശ്ചലമായി. കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു. പരാജയപ്പെടുമെന്നറിഞ്ഞിട്ടും അവൾ എതിർക്കാനായി അയാളുടെ കൈപ്പിടിയിൽ കിടന്ന് കുതറി കൈകാലിട്ടടിച്ചു. രവീന്ദ്രൻ അവളെയുമേന്തി കോണിക്കൂടിനുള്ളിലെ ഇരുട്ടിലേക്ക് മറഞ്ഞു നിന്നു. ദയയുടെ പ്രതിരോധം അധികരിച്ചപ്പോൾ ക്രോധത്തോടെ അയാളുടെ നഖങ്ങൾ അവളുടെ ഉദരത്തിലാഴ്ത്തി. ദയയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ചർമ്മം നീറിപ്പുകഞ്ഞു. ശബ്ദിക്കരുത്, അറിയാലോ നിനക്കെന്നെ.
അയാൾ ഭീഷണി മുഴക്കിയപ്പോൾ അവൾ നിശ്ശബ്ദയായി. നല്ല കുട്ടി, അധികമൊന്നും വേണ്ട. ഇവരൊക്കെ പോകുന്നത് വരെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെയൊന്ന് തലോടി സ്നേഹിച്ചാൽ മതി വല്യമാമിക്ക്. അതിന് നീയൊന്ന് സഹകരിക്കണം. പറയുമ്പോൾ അയാളുടെ ഇടത് കൈവിരലുകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു. ചുണ്ടുകൾ കാമത്തോടെ അവളുടെ പിൻകഴുത്തിനെ രുചിച്ചു. ദയയ്ക്കൊന്ന് ശബ്ദിക്കാൻ പോലും ആയില്ല. അയാളുടെ വലത് കൈവെള്ള അവളുടെ ചുണ്ടുകൾക്ക് മീതെ കഠിനമായി മറ തീർത്തിരുന്നു. കണ്ടത്തിൽ നിന്നുതിർന്നു വീണ തേങ്ങലുകൾ പോലും അയാളുടെ ഉള്ളം കൈയിൽ തട്ടി ബലഹീനമായി പോയി. എങ്കിലും രക്ഷയ്ക്കായി തൻ്റെ മെല്ലിച്ച കൈകൾ കൊണ്ടവൾ അയാളെ ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചു നോക്കി. അപ്പോഴെല്ലാം അയാളുടെ കൈകൾ അവളുടെ ചർമ്മത്തിൽ തീവ്രമായ വേദനകൾ തീർത്തുകൊണ്ടിരുന്നു. കണ്ണുകൾ നിസ്സഹായതയോടെ അണ പൊട്ടിയൊഴുകി. അവ രവീന്ദ്രൻ്റെ പുറം കൈയെ നനച്ചു കുതിർത്തിട്ടും അയാൾക്ക് ആ പെണ്ണിനോടൊരിറ്റ അലിവ് പോലും തോന്നിയില്ല. ഒരുപക്ഷെ അയാളിലൊരു മനുഷ്യൻ്റെ ഹൃദയമുണ്ടായിരിക്കില്ല. അല്പനേരം കൈകളാൽ അവളെ കാമിച്ച ശേഷം രവീന്ദ്രൻ ദയയിലെ പിടിയയച്ച് മുന്നോട്ട് തള്ളി. അവൾ നിയന്ത്രണം തെറ്റി തറയിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. രവീന്ദ്രൻ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ച് ചൂണ്ടുവിരലാൽ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പിനെ വടിച്ചെടുത്ത് നടന്നകന്നു. പോകുന്ന പോക്കിൽ വീണ് കിടക്കുന്ന ദയയെ പുച്ഛത്തോടെ നോക്കാനും അയാൾ മറന്നില്ല. ദയ നിലത്ത് കൈകൾ ഊന്നി എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അകത്തേക്ക് പ്രവേശിച്ച നിമിഷം തന്നെ വാതിൽ പൊളികൾ അടച്ചുകുറ്റിയിട്ട് മാറിൽ നിന്നും ധാവണിശീല മാറ്റി മുറിക്കൊരു കോണിലേക്ക് വലിച്ചെറിഞ്ഞു. മേനിയിലാകെ അയാളുടെ വിരലുകൾ തീർത്ത ക്ഷതങ്ങൾ ചുവന്ന് തിണർത്തിട്ടുണ്ട്. അല്പനേരം നിസ്സംഗമായി നിന്ന് പിന്നീട് ഉള്ളം കൈകളാൽ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അയാളുടെ വിയർപ്പിൻ്റെ ദുർഗന്ധം തന്നിലേക്ക് പടർന്നു പിടിക്കുന്ന പോലെ തോന്നി ദയയ്ക്ക്. അവൾ വലത് കൈത്തലം കൊണ്ട് നെറ്റിയിൽ പ്രഹരമേൽപ്പിച്ച് ചുമരിലൂടൂർന്ന് നിലത്തേക്കിരുന്നു. ഇത്തരമൊരു ദുർവിധി ഭൂമിയിൽ ഒരു സ്ത്രീക്കും ഉണ്ടായി കാണില്ല. വേദനയോടെ ആ പെണ്ണിൻ്റെ ഹൃദയം 100,000 ആവർത്തി തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ മനുഷ്യരങ്ങനെയാണ്. ഒന്നും ചെയ്യാതെ എല്ലാം വിധിയാണെന്ന് കരുതി പരിതപിക്കും. പിന്നീടൊരു നാൾ അന്ന് എന്നെ കൊണ്ടൊന്നിനും കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഖേദിക്കും. ഏറെ നേരം അവൾ ഓരോന്നൊക്കെ ഓർത്ത് കണ്ണീരൊഴുക്കി ഒരേ ഇരിപ്പിരുന്നു. വാതിൽ പൊളികളിൽ ആരുടെയോ കൊട്ടു വീണപ്പോഴാണ് സ്വബോധത്തിലേക്ക് തിരികെ എത്തിയത്. വേഗം എഴുന്നേറ്റ് അലമാര തുറന്ന് പിന്നെ കീറിയ മറ്റൊരു ധാവണിശീലയെടുത്ത് ചുറ്റി കണ്ണും മുഖവും അമർത്തി തുടച്ച് വാതിൽ തുറന്നു. ചുമലിൽ വസ്ത്രങ്ങളുമായി ഇരു കൈകളും അരയിൽ താങ്ങി ഗോപിക നിൽക്കുന്നു. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ഞാൻ വെള്ളം ചൂടാക്കി കുളിമുറിയിൽ കൊണ്ടുവയ്ക്കാം. അതൊന്നും വേണ്ട, ഇവിടെ കുളമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുളമൊന്നും ഇപ്പം ആരും ഉപയോഗിക്കാറില്ല. മാത്രമല്ല നല്ല ആഴമുള്ള കുളമാണ്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം കുട്ടി, നീ ഒന്ന് എൻ്റെ കൂടെ വന്നാൽ മതി പ്ലീസ്. ഗോപിക ദയയുടെ കയ്യിൽ കൈ ചേർത്ത് ചിണുങ്ങി. സമ്മതം അറിയിക്കുകയല്ലാതെ ദയയ്ക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ആരെയും എതിർത്ത് ശീലമില്ലല്ലോ. മരപ്പണിയിൽ തീർത്ത കുളക്കടവിലേക്കുള്ള വാതിൽ പൊളികൾ തള്ളി തുറന്ന് ദയയും ഗോപികയും ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതിവിശാലമായ ചതുരാകൃതിയിലുള്ള കുളമായിരുന്നു അത്. കുറച്ചുനേരം അവിടെ ഭാഗ്യ നോക്കിക്കണ്ട് രണ്ടുപേരും 4-5 പടവുകൾ ഇറങ്ങി ഒരിടത്തിരുന്നു. തനിക്കിവിടെ നിന്ന് കുളിച്ചുവിടടോ? പണ്ട് കുളിയും തേവാരവും ഒക്കെ ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഒരു ദിവസം കാവിൽ ഉത്സവം നടക്കുന്ന സമയത്ത് പുലർച്ചെ കുളിക്കാൻ വന്നപ്പോൾ തനിക്ക് പിന്നാലെ ഒളിച്ചും പാത്തും വല്യമാമയും ഉണ്ടായിരുന്നു. അന്ന് അയാളിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് തനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിനുശേഷം ഈ വഴി വന്നിട്ടില്ല. മനസ്സ് നിറയെ ഭീതിയാണ്. ഏത് നിമിഷമാണ് അയാളുടെ കയ്യിൽ അകപ്പെടുന്നതെന്നറിയില്ല. താൻ എന്താ ഓർക്കുന്നത്? ദയയുടെ കാൽമുട്ടിൽ പിടിച്ചു വിളിക്കി ഗോപിക ചോദിച്ചു. ദയ ഒന്നുമില്ലെന്നർത്ഥത്തിൽ തലയനക്കി. തനിക്കെന്തെങ്കിലും വിഷമമുണ്ടോടോ? ഗോപികയുടെ ചോദ്യം കേട്ടപ്പോൾ ദയയ്ക്ക് തമാശ തോന്നി. ദുരിത ചുഴിയിൽ അകപ്പെട്ട് ശ്വാസം മുട്ടുന്നവളോട് വിഷമമുണ്ടോ എന്ന്. താൻ എന്താടോ ഇത്രമാത്രം ചിന്തിച്ചു കൂട്ടുന്നത്? ആ ചോദ്യത്തിന് മറുപടി ഇല്ലെന്ന് കണ്ടതും ഗോപിക മുഷിച്ചിലൂടെ പടവിൽ നിന്ന് എഴുന്നേറ്റ് ഏറ്റവും താഴത്തെ പടിയിലേക്ക് ഇറങ്ങി കാലൊന്ന് നനച്ചു. എന്നിട്ട് ഒറ്റ കുതിപ്പിന് കുളത്തിലേക്ക് ചാടി. ദയ വെപ്രാളത്തോടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് കുളത്തിലേക്ക് ഉറ്റുനോക്കി. ആഴമുള്ള കുളമാണ്. നീന്താൻ പോലും അറിവുണ്ടാവില്ല. ഗോപികേ! ദയയുടെ നേർത്ത ശബ്ദം വിറപൂണ്ടു. അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും ദയ ഭയപ്പാടോടെ പടികൾ ഓടിയിറങ്ങി. ദേ, എന്നെ പേടിപ്പിക്കല്ലേട്ടോ! ചിലമ്പിച്ച ശബ്ദത്തിൽ അല്പം പരിഭവം കലർത്തി വീണ്ടും പറഞ്ഞു. അടുത്ത നിമിഷം ഗോപിക മുങ്ങി നിവർന്ന് പടവിലേക്ക് നീന്തിക്കയറി. പേടിച്ചു പോയോ?
പടവിലേക്കിരുന്നവൾ കുസൃതിയോടെ ചോദിച്ചു. തിരികെ മറുപടിയായി ദയ ഒന്ന് മൂളി. ആ നിമിഷവും അവളുടെ കൈകാലുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൾ അത്രമേൽ ഭയപ്പെട്ട് കാണണം.